എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിന് 1000 നന്ദിയും, അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാൻ ലേറ്റായതിന് മാപ്പ് ഞാൻ പറയുന്നു. എൻ്റെ പേര് രഞ്ജിത. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഏപ്രിൽ 5 ഈ വർഷം 2023 ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ അമ്മയായിട്ടാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയുടെ കൂടെ ഉടമ്പടി എടുക്കാനായിട്ട് കൂട്ടിന് വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുക്കാനെന്ന് ഒരു തോന്നി ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമേ എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗം എൻ്റെ അസുഖം മാറാനാണ്. എനിക്ക് തൊണ്ടയിലൊരു മുഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു അത് കുഴപ്പമില്ല. അങ്ങനെ 1 വർഷം അത് കുഴപ്പമില്ലാതിരുന്നു. പിന്നെ FNAC ചെയ്തപ്പോൾ ഒരു ഡൗട്ട് തോന്നി, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ 2 ആഴ്ച എനിക്ക് ചുമ കാരണം ആ സർജറി മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ സർജറിക്ക് മാർച്ച് 11 സർജറിക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. മാർച്ച് 8 ആയപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു, അത് മാറ്റി വെച്ചു. അങ്ങനെ അടുത്ത മാർച്ച് 25 വീണ്ടും അഡ്മിറ്റാക്കി സർജറിക്ക് വേണ്ടിയിട്ട്. പിന്നെ 27 സർജറിക്ക് കയറ്റുന്നതിന് മുമ്പേ അനസ്തീഷ്യ തരാൻ വേണ്ടി പോയപ്പോൾ എന്തോ മെഡിസിൻ അലർജിക്കായി. അങ്ങനെ അതും വീണ്ടും പോസ്റ്റ്പോണ്ട് ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. ഏപ്രിൽ 5 ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഏപ്രിൽ 8 ഡോക്ടറെ പോയി കണ്ടു. ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഈ മാസം നമുക്ക് ഡേറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നു. അമ്മ ബാക്കിയിരുന്ന ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി കാശുരൂപം കഴുത്തിലാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, മാതാവ് നോക്കിക്കോളെന്ന് പറഞ്ഞ് ഞാൻ കൂളായിട്ടിരുന്നു. പിന്നീട് ആ ഡോക്ടർ തന്നെ പറഞ്ഞു അടുത്ത ആഴ്ച ഒന്ന് അഡ്മിറ്റ് ആയിക്കോ. അങ്ങനെ ഞാൻ ഏപ്രിൽ 15 അഡ്മിറ്റായി. ഏപ്രിൽ 17 എൻ്റെ സർജറി നടന്നു. ഒരു പാട് പോലും കഴുത്തിൽ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് എൻ്റെ സർജറി നടത്തി തരുന്നു. ഈ പാട് ഇല്ല എന്ന് പറയാൻ കാരണം ഈ സർജറിക്ക് ശേഷം ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കാനിങ് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇതേപോലെ എന്നെപ്പോലെ സർജറി കഴിഞ്ഞ കുറേ പേര് അവിടെ വന്നായിരുന്നു. അപ്പോൾ അവരുടെ കഴുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സർജറി എത്രത്തോളം പാട് തരുന്നതാണെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു പാട് പോലും ഇല്ല. ഞാനൊരു ക്രീം പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് ഈ പാടില്ലാത്തത് മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഓസ്ട്രേലിയയിൽ പോയതാണ്. 7ാം ക്ലാസ് പോലും കഴിയാത്ത അച്ഛനാണ്. അപ്പോൾ അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു താൻ എങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പോകുമെന്ന്. അപ്പോൾ അച്ഛൻ വിസ വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ കാരണം മാതാവിന് വിസ തരാൻ അറിയാമെങ്കിൽ അപ്പേനെ അവിടെ എത്തിക്കാനും മാതാവിനറിയാം. അങ്ങനെ അച്ഛൻ പുറപ്പെട്ടു. അച്ഛൻ പുറപ്പെട്ട നേരം തൊട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുകയാണ്. കാരണം ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത ആളാണ്, എങ്ങനെ അവിടെ എത്തുമെന്ന് പോലെ അറിഞ്ഞൂടാ. അങ്ങനെ അപ്പോൾ പോയി ഇവിടെ നിന്ന് കയറിയ നേരത്ത് ഒരു അങ്കിളുമായിട്ട് പരിചയപ്പെട്ട് ആ അങ്കിള് അച്ഛൻ അവിടെ ഇറങ്ങുന്നത് വരെ അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പേനെ സഹായിച്ച് ഇമിഗ്രേഷന് എല്ലാത്തിനും ഫോം ഫില്ല് ചെയ്യാൻ എല്ലാത്തിനും സഹായിച്ച് അച്ഛന് അവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇറങ്ങി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് അപ്പയ്ക്ക് ഒരു ജോലി കിട്ടിയതാണ്. അമ്മയുടെ ബർത്ത്ഡേ പ്രസൻ്റായിട്ട്, അതായത് മാതാവിൻ്റെ ബർത്ത്ഡേ പ്രസൻ്റായിട്ട് സെപ്റ്റംബർ 8 മുമ്പ് അപ്പയ്ക്കൊരു ജോലി വേണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ. അപ്പോൾ ആ പള്ളിയിൽ തിരുനാളിൻ്റെ കൊടിയേറ്റിൻ്റെ അന്ന് അപ്പയ്ക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അടുത്ത ദിവസം തന്നെ അച്ഛന് ഒരു സ്ഥിര ജോലിയും നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ അച്ഛനൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പം ബന്ധുക്കളില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു രോഗം വന്നാൽ ആൾ അനുഭവിക്കുന്ന വേദന നമുക്ക് മനസ്സിലാകും. പക്ഷേ അപ്പേനെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ അവിടെ നിന്നും പോയ എല്ലാ ഓസ്ട്രേലിയയിലുള്ള എല്ലാ അങ്കിളുമാരും ആൻറ്റിമാരും അപ്പയുടെ കൂടെ ആ ദിവസം ഫുള്ള് നിന്ന് ആ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ഒരു പൈസ പോലും ചിലവില്ലാതെ മാതാവ് നടത്തി തന്നു. അപ്പം ഇപ്പോൾ സുഖമായിരിക്കുന്നു. പക്ഷേ ഈ അസുഖം കാരണം അച്ഛൻ്റെ ജോലി പോയി. പക്ഷേ ആ ജോലി ഒരു നല്ല ജോലി, അപ്പയ്ക്ക് ആരോഗ്യത്തിനനുസരിച്ച് ഒരു നല്ല ജോലി മാതാവ് കൊടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തത് കാരണം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോണ കൂട്ടത്തിലല്ല, ഞായറാഴ്ചയും പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. വികാരി അച്ഛൻ വരെ ചോദിക്കും, എന്താ നീ പള്ളി വരുന്നത്, എന്തേലും വല്ല ഉദ്ദേശമുണ്ടോ എന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ആ മാറ്റം എനിക്ക് വന്നു. പിന്നെ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ വീട്ടിൽ പ്രാർത്ഥന പഠിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെ സന്ധ്യാനേരത്തെ പ്രാർത്ഥനകളും പഠിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിനടുത്തൊരു പാലിയേറ്റീവ് കെയർ സെൻ്ററുണ്ട്. അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം ഫീഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചിട്ട് പോയി ഞങ്ങളുടെ അവിടെ ട്രിവാൻഡ്രത്തെ ജനറൽ ഹോസ്പിറ്റലിലും അതേപോലെ മെഡിക്കൽ കോളേജിലും രോഗികൾക്ക് ആ പത്രം വിതരണം ചെയ്യും. പ്രാർത്ഥിച്ചിട്ടേ വിതരണം ചെയ്യാറുള്ളൂ. മാതാവേ, ഈ പത്രം കാരണം ഒരാളെങ്കിലും മാതാവിനോട് അടുക്കാനും ഒരാൾക്കെങ്കിലും രോഗം മാറിക്കിട്ടുവാനും അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:44 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും. കുഷ്ഠരോഗിയോട് ഈശോ പറയുന്നത്, മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്ന് നാം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെ കുടുംബത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് വ്യക്തികളാണെങ്കിലും അതുപോലെ കുടുംബമായിട്ടും ഒക്കെ വന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് സാക്ഷ്യം പറയുന്നത്. ദൈവ തിരുനാമം മഹത്വപ്പെടണം എന്നുള്ള, അതായത് കർത്താവ് നമുക്ക് നൽകിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. ഈ മകള് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ രഞ്ജിത തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. തനിക്കൊരു സർജറി വേണ്ടി വന്നു. ആ സർജറിക്ക് ശേഷം, അതായത് ആദ്യമേ ഇല്ലായിരുന്നു. പിന്നീടാണ് തനിക്ക് മറ്റെന്തെങ്കിലും മേജറായിട്ടുള്ള അസുഖമാണെന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ പിന്നീട് സർജറി ചെയ്യുകയാണ്. ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ സർജറി പരിപൂർണമായിട്ട് സൗഖ്യം അനുഭവം തന്നെ ഈശോ കൊടുക്കുന്നു. പിന്നീട് കോംപ്ലിക്കേഷൻസ്, വിചാരിച്ചതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ആ സർജറിയിലൂടെ തൻ്റെ സൗണ്ട് കുറച്ച് നാളത്തേക്ക്, ഒരു 3 മാസം കഴിഞ്ഞിട്ടെങ്കിലുമേ സൗണ്ടൊക്കെ ഒന്ന് കിട്ടുകയുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ തനിക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സൗണ്ട് ലഭിക്കാനിടയായി. അതുപോലെ ഒരു പാട് പോലും താൻ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ മറ്റു പലർക്കും, അവിടെ ഓപ്പറേറ്റ് ചെയ്ത മറ്റു പലർക്കും അതിൻ്റെ മാർക്കൊക്കെ ഉള്ളപ്പോൾ തനിക്ക് അങ്ങനെയുള്ള ഒന്നും തന്നെ തനിക്ക് ഉണ്ടായില്ല. ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് തനിക്ക് ആ ഒരു പാട് പോലും ഇല്ലാതെ അമ്മ മാതാവ് തന്നെ